UAE വന്നിട്ട് നമുക്ക് ജോബ് പെട്ടെന്ന് കിട്ടിയോ, കുഴപ്പമില്ല അച്ഛൻ്റെ വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞ് ഇനിയിപ്പോ നമുക്ക് നോക്കുന്നുണ്ടെങ്കിൽ കിട്ടുമോ എന്നുള്ളത് എനിക്ക് അറിയാം. വാട്സപ്പിൽ അവർക്ക് മെസ്സേജ് കൊടുക്കും. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഒന്നും ഓക്കെ ആയില്ല. പോവുക, പൈസയൊന്നും ആരും കൊടുക്കരുത്. ഏറ്റവും ബെസ്റ്റ് UAE തന്നെ ആയിരിക്കും. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ലോഗ്. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് വീഡിയോ ആയിട്ട് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ UAE വന്നിട്ട് നമുക്ക് ജോബ് പെട്ടെന്ന് കിട്ടിയോ, അല്ലെങ്കിൽ ജോബ് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു, അങ്ങനെ ജോബ് കണ്ടുപിടിക്കാൻ എളുപ്പമാണോ, അങ്ങനെ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും. അതെ, മൂന്നാളും എക്സ്പീരിയൻസ് പറയുന്ന വീഡിയോ അല്ലേ. ഇപ്പോ ഇവിടെ ആണെങ്കിൽ സ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോ മതിയേക്ക് പോവാൻ നിൽക്കുന്നത്, വർക്ക് ചെയ്ത് മതിയേക്ക് പോവാൻ നിൽക്കുന്നതാണ്. ഞാനിപ്പോ UAE വന്നത് 2020 മാർച്ച് 5-നാണ്. ആ സമയത്ത് കൊറോണ, അത് കഴിഞ്ഞിട്ടാണ് കൊറോണ വന്നത്. കൊറോണ വന്നിട്ട് 2-3 മാസം ലോക്ക്ഡൗൺ ആയിരുന്നു, വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല. അത് കഴിഞ്ഞ് ഏപ്രിൽ മെയ് ജൂണിലാണ് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. ജൂണിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ മെയിനായിട്ടും ഇൻഡീഡിൽ കൊടുത്തു, പിന്നെ ഫേസ്ബുക്കിൽ കുറേ ആഡ് വരുമായിരുന്നു. അപ്പോൾ ഫേസ്ബുക്കിൽ അപ്ലൈ ചെയ്തു, പിന്നെ അറിയുന്നവർക്കെല്ലാം CV അയച്ചു കൊടുക്കും. ഇങ്ങനെയായിരുന്നു മെയിനായിട്ടും ചെയ്തുകൊണ്ടുണ്ടായത്. ഞാൻ വിസിറ്റിംഗ് വിസയിലായിരുന്നില്ല ഇങ്ങോട്ട് വന്നത്, ഞാൻ മനോട്ടൻ സ്പോൺസർ ചെയ്തിട്ട് ഹസ്ബൻഡ് വിസയിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വിസിറ്റിംഗ് വിസേനേക്കാളും ഒന്നും കൂടി എളുപ്പം സ്പോൺസർ വിസയുള്ള കാറ്റഗറിയിലുള്ളവർക്ക് ജോലി നോക്കുന്നതായിരിക്കും ഒന്നും കൂടി എളുപ്പം. ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് കമ്പനിക്കാർക്ക് വിസ അടിച്ച് തരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ജോലി പെട്ടെന്ന് റെഡിയാവും. പെട്ടെന്നല്ല, എന്നാലും റെഡിയാവും. അപ്പം ഞാൻ ഹസ്ബൻഡ് വിസയിലായിരുന്നു. ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്ത് എനിക്കൊന്ന് ജൂണിൽ തന്നെ കുറച്ച് 2-3 ഇൻ്റർവ്യൂ കിട്ടി. ഞാൻ MCOM കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അക്കൗണ്ട്സിലേക്കാണ് നോക്കിയത്. എനിക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായില്ല. പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു ഫോറിൻ അക്കൗണ്ടിങ് കോഴ്സും കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഷാർജയിലായിരുന്നു നമ്മൾ താമസിക്കുന്നുണ്ടായത്. അപ്പോൾ ദുബായിലും ഷാർജയിലേക്കും ആയിട്ടായിരുന്നു മെയിനായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടുണ്ടായത്. പിന്നെ അബുദാബി, അജ്മാൻ അങ്ങോട്ടേക്കൊന്നും നോക്കിയില്ല, കാരണം കുറച്ച് ദൂരമായതുകൊണ്ട്. മനോട്ടൻ ഓൾറെഡി ദുബായിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായത്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു 3-4-5 ഇൻ്റർവ്യൂ കിട്ടി. അക്കൗണ്ട്സിലേക്കാണ് എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടായത്. ലാസ്റ്റ് ഒന്ന് എനിക്ക് കൺഫേം ആയത്, ആദ്യം ഒന്ന് കൺഫേം ആയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു ദിവസം പോയി, അതും അക്കൗണ്ട്സിലാണ്, ദുബായിൽ തന്നെ. അത് ഞാൻ പോയിട്ട് എന്തോ സെറ്റ് ആവാത്തതുകൊണ്ട് ഒറ്റ ദിവസമേ പോയിട്ടുള്ളൂ, അവിടെ നിന്ന് മതിയാക്കിയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിസിനസ് ബേലാണ് എനിക്ക് കിട്ടിയത്. ബിസിനസ് ബേയിൽ അക്കൗണ്ട്സിൽ അത് കിട്ടിയത് എനിക്ക് ഫേസ്ബുക്ക് വഴിയാണ്. ഫേസ്ബുക്കിൽ വേക്കൻസി കണ്ടിട്ട് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പം എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഒരു ജോലി കിട്ടുന്നത് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. എനിക്ക് കുറച്ച് ഈസി ആയിരുന്നു. ഒന്ന് കാരണം ഹസ്ബൻഡ് വിസ ആയിരിക്കണം, പിന്നെ അന്ന് ഇത്ര ആൾക്കാർ ജോലി സെർച്ച് ചെയ്യുന്നുണ്ടായിട്ട് അതുകൊണ്ടായിരിക്കണം. പിന്നെ കൊറോണ കഴിഞ്ഞപാടുള്ള ടൈമായിരുന്നു, അതും കൊണ്ടായിരിക്കണം തോന്നുന്നു. എനിക്ക് പെട്ടെന്ന് തന്നെ ജോലി റെഡിയായി. ഞാൻ ആ ജോലിയിൽ ഒരു 6 മാസത്തിൻ്റെ അടുത്തോളം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അവിടുന്ന് റിസൈൻ ചെയ്തു, കാരണം നല്ല ലോങ് ആയിരുന്നു. ഞാൻ ഷാർജയിലാണ് താമസിക്കുന്നത്. ആ സമയത്ത് ബിസിനസ് ബേയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടായത്. ദുബായിൽ നല്ല ട്രാവൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടുന്ന് റിസൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു മാസം ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയത് കുറവായിരുന്നു. പിന്നെ ലാസ്റ്റ് റെഫറൻസ് വഴി എനിക്കൊരു സ്ഥലത്ത് കയറാൻ പറ്റി. അതും ഇതുപോലെ വാറ്റ് കൺസൾട്ടൻറ്റ് പ്ലസ് അക്കൗണ്ട്സ് നോക്കേണ്ടതായിരുന്നു. അത് ഞാൻ പഠിച്ച സാധനം തന്നെയായിരുന്നു, ടാലി തന്നെയായിരുന്നു ചെയ്യേണ്ടത്. ആദ്യം കുറച്ച് വർക്ക് ചെയ്തിട്ട് പിന്നെ 2021 മാർച്ചിൽ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. കാരണം നമുക്ക് വേറെ പ്ലാൻ ഉണ്ടായിരുന്നു. മനോട്ടൻ ടൂർ കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടുണ്ടായത്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട്, ഇപ്പോൾ 2 പേരും 2 കമ്പനിയിൽ വർക്ക് ചെയ്താൽ നമുക്കതൊരിക്കലും നടക്കില്ല. മനോട്ടൻ അവിടെ നിന്ന് ഇറങ്ങാനും പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ജോലി മതിയാക്കി നമ്മളങ്ങനെ പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ 2021 മാർച്ചിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ വേറെ ജോലിക്ക് പോയിട്ടാണ് നമ്മളെ കമ്പനിയിലെ കാര്യങ്ങൾ നോക്കി നിൽക്കുന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി നോക്കുന്നത് എനിക്ക് എളുപ്പമായിരുന്നു. വർക്ക് എക്സ്പീരിയൻസ് എല്ലാം ഗുഡായിരുന്നു. എനിക്കങ്ങനെ മോശമായിട്ടൊന്നും ഉണ്ടായില്ല. ജോലി കുറേ അത്യാവശ്യം കുറച്ച് ഇൻ്റർവ്യൂസും കിട്ടീനി, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. മൊത്തത്തിൽ ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ജോലി കിട്ടുന്നതാണെങ്കിലും ജോലി നോക്കാനായില്ലെങ്കിലും ഹാപ്പിയാണ്. ഇനിയിപ്പോൾ എനിക്കൊരു അക്കൗണ്ട്സിലേക്കോ മറ്റും ജോലി നോക്കുമ്പോൾ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അതെ, ഇനിയിപ്പോൾ എനിക്ക് നോക്കുന്നുണ്ടെങ്കിൽ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം പറയാൻ അക്കൗണ്ട്സിൽ എക്സ്പീരിയൻസ് ഇപ്പോൾ ഞാൻ 2021 മതിയാക്കി. അതിന് ശേഷം എനിക്ക് അങ്ങനെ അക്കൗണ്ട്സിൽ എക്സ്പീരിയൻസ് ഇല്ല. അപ്പം അതുകൊണ്ട് എനിക്ക് കിട്ടുമോയെന്ന് അറിയില്ല. പക്ഷേ ആ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഓക്കെ ആയിരുന്നു. ഇനി നമുക്ക് മാധുവിൻ്റെ അഭിപ്രായത്തിലേക്ക് കിടക്കാം. മാധു ഈ പറഞ്ഞ പോലെ 2023 സെപ്റ്റംബറിലാണ് വന്നത്. അതെ, ഇതിന്റെ പ്രൊഫഷൻ പറഞ്ഞു കൊടുക്ക്. ഞാൻ PG കഴിഞ്ഞത് യോഗ തെറാപ്പിന്റെ ഇതിനായിരുന്നു. അതിന്റെ ബേസ് ആക്കി നോക്കാനായിട്ടായിരുന്നു വന്നത്. പക്ഷെ പണി പാടി. ഒരേ ജോലി നോക്കാം, ഒരേ സ്ഥലത്തല്ല, ഒരേ ജോലി നോക്കാൻ വേണ്ടിട്ടാണ് അവിടുന്ന് ഒരേ ജോലി നോക്കാൻ ഒരേ മാസം ഒരേ ദിവസം വന്നു, ഒരേ വീട്ടിലേക്ക്.
യോഗ മാത്രമായിട്ട് നോക്കുന്നത് കുറച്ച് മുഷ്കിൽ തന്നെയാണ്. എത്ര പെട്ടെന്നൊന്നും കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അത് മാത്രമല്ല പിന്നെ കിട്ടുമായിരിക്കും, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച എക്സ്പെക്ടഡ് സാലറി കാര്യങ്ങളിലൊന്നും കിട്ടാനുള്ള ഒരു കാരണം എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. പഠിച്ചു കഴിഞ്ഞു അങ്ങനെ നേരെ ഇങ്ങ് വരികയാണ് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ കയറിയത് ശരിക്കും മിക്സ് ആയിരുന്നു. യോഗ ക്ലാസ് എടുക്കാം, അതോടൊപ്പം തന്നെ മെയിനായിട്ട് അവരുടെ അഡ്മിനും കൂടെ നോക്കുന്ന രീതിക്കായിരുന്നു. ക്ലാസിക്കൽ ഡാൻസ് പണ്ടുപോലെ പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അതിന്റെ ഡിപ്ലോമ എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് അവിടെ ഡാൻസും കൂടെ ഉള്ളതുകൊണ്ട് അതും മെയിനായിട്ടല്ല, മാമില്ലാത്ത സമയങ്ങളിൽ എനിക്ക് അവിടെ ഞാനും ക്ലാസ് എടുക്കുമായിരുന്നു. അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ അഡ്മിൻ ഉണ്ടായിരുന്നു, ഡാൻസ് ക്ലാസ് എടുക്കുമായിരുന്നു, യോഗ ക്ലാസ്സസും എടുക്കുമായിരുന്നു. അങ്ങനെയായിട്ടായിരുന്നു എനിക്ക് വർക്ക് വന്നിരുന്നത്. എനിക്ക് കിട്ടിയത് എന്തോ ഭാഗ്യം എന്ന് വേണം പറയാൻ. എവിടെയെങ്കിലും അപ്ലൈ ചെയ്ത് വാട്സപ്പ് വഴി തന്നെ എന്തൊക്കെയോ കുറെ ഓരോരുത്തരുടെ മെയിനായിട്ട് യോഗ നോക്കിയാണ് കൊടുത്തത്. ഇന്ത്യയിൽ അപ്ലൈ ചെയ്തു. പിന്നെ അല്ലാണ്ട് നമ്മള് സൈറ്റ് ഗൂഗിളിൽ നോക്കിയിട്ട് അവരുടെ നമ്പർ എടുത്ത് വാട്സപ്പിൽ അവർക്ക് മെസ്സേജ് കൊടുക്കും, അയച്ചു. അങ്ങനെ കുറെ ഉണ്ട്. നമ്മുടെ നമ്പർ നോക്കിയാൽ ഉണ്ടാവും. കുറെ അയച്ചു. അതിൽ ഏതോ ഒരു ജിമ്മിൽ യോഗ ട്രെയിനറിന്റെ ആവശ്യമുണ്ടല്ലോ. അപ്പൊ ജിമ്മിൽ കൊടുത്ത സമയത്ത് ജിമ്മ് വഴിയിൽ ആണ് ഒരാൾ കോണ്ടാക്ട് ചെയ്യുന്നത്. അവരുടെ പരിചയത്തിലുള്ള ഒരു ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ആളെ വേണമെന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അവിടുത്തെ മാമിനെ കോണ്ടാക്ട് ചെയ്യുന്നതും അവിടെ പോകുന്നതും ജോലി എടുക്കുന്നതും. പിന്നെ 2 കൊല്ലം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു വന്നിട്ട് 2 മാസത്തിൽ തന്നെ ജോലിയായി. ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടി അങ്ങനെയില്ല. പിന്നെ അവിടെ ശേഷം അവർ തന്നെ പറഞ്ഞു 1 മാസത്തേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന്. അതിന് ശേഷം വിസ അടിച്ചു തരുന്നത്. അങ്ങനെ ചെയ്തതേ ഉണ്ടായിരുന്നു. നേരക്കറെ ഒരു ഓക്കെ കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെയായിരുന്നു പോയത്. അതെ, ആ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 3000 dirhams സാലറി കിട്ടി വിത്ത് അക്കോമഡേഷൻ പറയുമ്പോൾ. നെക്സ്റ്റ് അർച്ചന. ഞാനും അത് ഒന്നിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഒന്നിച്ച് MSc യോഗ തെറാപ്പി കഴിഞ്ഞ് വന്നു. യോഗയിൽ എന്നെ നോക്കണം, എൻ്റെ ഒരു പാഷനായിരുന്നു യോഗ. അപ്പം അതിൽ എന്നെ നോക്കണം എന്ന് പറഞ്ഞിട്ട് അത് കഷ്ടപ്പെട്ട് അത് ചൂസ് ചെയ്ത് പഠിച്ചു വന്ന ഒരാളാണ് ഞാൻ. 6ാം ക്ലാസ് മുതൽ, 6അല്ല എൻ്റെ അറിവിൽ ഞാനൊരു 3ാം ക്ലാസ് മുതലേ യോഗ ചെയ്യുന്നുണ്ട്. പക്ഷെ 6ാം ക്ലാസ് മുതൽ കോമ്പറ്റീഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യോഗ ചെയ്ത് പിന്നെ അതിനോടൊരു പാഷൻ തോന്നിയിട്ട് അപ്പോഴേ എൻ്റെ ടീച്ചർ പറഞ്ഞിരുന്നു നമുക്ക് MSc യോഗ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, നല്ല ഓപ്ഷൻ ആണെന്ന്. അത് ഞാൻ ലാസ്റ്റ് എൻ്റെ ഡിഗ്രി ആകുമ്പോഴത്തേക്ക് ഞാനത് കണ്ടുപിടിച്ച് ഞാൻ കോഴിക്കോട് പഠിക്കാൻ പോയി. അങ്ങനെ എടുത്ത് വന്ന ഒരു കോഴ്സാണ് യോഗ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനും. ചെയ്യാറില്ല ഇപ്പം, ക്ലാസ് എടുക്കുന്ന മാത്രമാണ്. അതല്ലാണ്ട് ഞാൻ ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ നോക്കാറില്ല ഇപ്പം. സ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാഷനായിരുന്നു. അപ്പം ഞാൻ വന്നിട്ട് എനിക്ക് കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ കിട്ടി. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഒന്നും ഓക്കെ ആയില്ല. ഞാൻ ആകെ നോക്കിയത് ഷാർജയിൽ മാത്രമായിരുന്നു, ഇവരെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്, ഇവരൊന്നിച്ച് നിൽക്കാൻ വേണ്ടി. അപ്പം എനിക്കൊന്നും അത്ര കാര്യമായിട്ട് ഓക്കെ ആയില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം ഒന്നും ഓക്കെ ആയി തോന്നുമ്പോൾ സാലറി 2000 ഉണ്ടാവും. ചില സമയത്ത് അവർ വിസ നമുക്ക് പ്രൊവൈഡ് ചെയ്യില്ല. അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രദർ ഇവിടെ ഉണ്ട്. അപ്പോൾ ബ്രദറിൻ്റെ ഹെൽപ്പോട് ഞാൻ ഫ്രീലാൻസ് വിസ എടുത്തു. അതപ്പോൾ എനിക്ക് ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ വന്നതാണ്. പഠിച്ച സിലബസ് അല്ല നമുക്ക് വേണ്ടത്. യോഗയാണെങ്കിലും നമ്മൾ എടുക്കുന്ന ക്ലാസ് എടുത്തതനുസരിച്ച് മാറ്റണം. അപ്പോൾ സ്റ്റാർട്ടിങ് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം എനിക്കുണ്ടായിരുന്നു. ഞാൻ പോയടുത്ത് നല്ല എന്നെ റിജക്റ്റ് ചെയ്ത 2-3 സ്ഥലമുണ്ട്. അതായത് ഞാൻ ചെയ്യുന്നത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് അത് ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് അർച്ചന ഇനി കുഴപ്പമില്ല അർച്ചന വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞ 2-3 ഇൻസിഡൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ടായിരുന്നു. പക്ഷേ അതിൽ വിഷമമൊന്നുമില്ല. കാരണം അതുകൊണ്ട് എനിക്ക് ഫ്രീലാൻസ് ആയിട്ട് ഞാൻ 2 വർഷം വർക്ക് ചെയ്തു. പ്ലസ് ആർട്ട് ക്ലാസ്, ഞാൻ ചെറുതായിട്ട് ഒരു ഡിപ്ലോമ ആർട്ട് ക്ലാസ് എടുത്തിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ 2 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, സ്റ്റുഡൻസ്. ഞാൻ നല്ല രീതിയിൽ 2 വർഷം കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഞാനത് ഡ്രോപ്പ് ചെയ്തു. ഇപ്പം ഞാനത് ചെയ്യുന്നില്ല. പിന്നെ യോഗ ഓൺലൈൻ ക്ലാസ് ആയിട്ടും അതിനൊക്കെ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം, NOC വേണം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി. അത് കുറച്ചും കൂടി നല്ലതാണ്. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എത്ര സ്റ്റുഡൻസിനെ കിട്ടുന്നു ആ രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ വെച്ചാൽ നമുക്കൊരു ഫിക്സഡ് ആയിട്ടൊരു സാലറി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയാൽ നമുക്ക് ആ സാലറി ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെ 2 ഇയേഴ്സ് ഞാൻ കണ്ടിന്യൂ ചെയ്തു. അപ്പം ഇനി ഇങ്ങോട്ട് യോഗ എന്നുള്ള ഇപ്പോൾ കുറേ ആൾക്കാർ MSc യോഗ ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക് സാലറി മാക്സിമം 2000 വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു 50% നമ്മുടെ ഭാഗത്തു നിന്നുള്ള നമ്മുടെ കഴിവ്, ബാക്കി വരുന്ന ഒരു 25 നമ്മുടെ ഭാഗ്യവും നമ്മുടെ എഫേർട്ടും. ഭാഗ്യത്തിന് നല്ലൊരു കാര്യമുണ്ട്. നമ്മൾ പോകുന്ന വഴി കറക്റ്റ് ആണെങ്കിൽ അത് നമുക്കറിയില്ല ഏത് വഴിയാണ്. അപ്പോൾ അത് ഭാഗ്യത്തിന് നല്ലൊരു മാറ്റർ ഉണ്ട്. അതും എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ആൾക്കാർക്ക് നല്ല സാലറിയോടെ ജോലി കിട്ടും. പിന്നെ
ഈ യോഗ പോലത്തെ ഫീൽഡിൽ എപ്പോഴും ബെറ്റർ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് ചാടി ഓടി പോയി ക്ലാസ് എടുക്കാൻ പറ്റും. ഇഷ്ടമുള്ള എത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വേണോ ടൈം മാനേജ് ചെയ്തിട്ട് അത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് വേണ്ടത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും. നല്ലോണം പൈസ ഉണ്ടാക്കാനും പറ്റും, അതേപോലെ കുറയാനും ചാൻസ്. അപ്പം യോഗ ഉള്ള പ്രൊഫഷനൊക്കെ വരുന്ന ആൾക്കാർ കൂടുതലും ഫ്രീലാൻസ് ആയിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഹോസ്പിറ്റൽ ബേസ് നോക്കിയിരുന്നു. പക്ഷെ ഹോസ്പിറ്റൽ ബേസിൽ ആർക്കും നമ്മൾ വേണ്ട, അതായത് യോഗ തെറാപ്പിസ്റ്റിനൊന്നും വേണ്ട. ഓൾറെഡി BAMS കഴിഞ്ഞ ഡോക്ടേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് യോഗ തെറാപ്പിസ്റ്റിന് വലിയ കാര്യമായിട്ട് വേണ്ട. ഇതിൽ തന്നെ നല്ല രീതിയിൽ ജോലി കിട്ടിയ ആൾക്കാർ ചിലപ്പോൾ UAE ഉണ്ടാവും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഇതന്നെ നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക. പിന്നെ നമ്മൾ കൂട്ടിന് ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഫ്രീലാൻസ് ആണ്. നമുക്ക് മാക്സിമം ഇപ്പം എനിക്ക് ഒരു ലൈസൻസിൻ്റെ കുറവുള്ളതുകൊണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഓടിച്ചാടി പോകാൻ പറ്റിയിട്ടില്ല. ലൈസൻസും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പം കരാട്ടെ എടുക്കുന്ന ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാർ കരാട്ടെ, യോഗ, മ്യൂസിക്, ഇതുപോലെ ഫൈൻ ആർട്സിലേക്ക് വരുന്ന എല്ലാവരും ഫ്രീലാൻസർ ആയിട്ട് ചെയ്യുന്ന കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ ആണ്. അതിൽ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ല സാലറി കുറെ പേരുണ്ട്. അതായത് മണിക്കൂറിന് അല്ലേ എത്രയാ മാസം കൊടുക്കും. ഒരു സ്റ്റുഡിയോ തന്നെ 5,000 വരെ ഏൺ ചെയ്യുന്ന അത് ഒറ്റ സ്റ്റുഡിയോ. അതുപോലെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടി പേയ്മെന്റ് കിട്ടുന്നത് ഇവിടെയാണ് അല്ലേ. നാട്ടില് നമുക്കിപ്പോ നാട്ടിലെ ക്ലയൻസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടുത്തെ ക്ലയൻസ് നമുക്ക് നല്ല പൈസ. ഞാൻ നാട്ടിലത്തെ ആൾക്കാർ ക്ലാസ് എടുക്കാറില്ല. കാരണം നാട്ടില് നമുക്ക് ഇവിടെ ഒരു 250 dirhams പറയുമ്പോൾ ഇവിടെ 6,000 ഒരു സ്റ്റുഡന്റിന് 6,000 dirhams ഒരു മാസം നമുക്ക് 6,000 രൂപ നമുക്ക് മിനിമം, ഏറ്റവും മിനിമം നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ നാട്ടിൽ നിന്ന് 1,000 മാത്രമേ വാങ്ങിക്കാൻ പറ്റും. നമുക്ക് 1,000 രൂപ മാത്രം. 1 hour 20 ക്ലാസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പം മാക്സിമം ഞാൻ ഇവിടുത്തെ ആൾക്കാർ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരും കൂടുതൽ നോക്കുക. പിന്നെ നോർമല് ഇപ്പൊ ഞാനിപ്പോ എന്റെ അക്കൗണ്ട്സ് ഫീൽഡ് ഇവര് ഡാൻസ് യോഗയാണ് പറഞ്ഞത്. അല്ലാണ്ട് നോർമലി ഇവിടെ കുറെ പേര് വിസിറ്റിംഗിൽ വന്ന് ജോലി നോക്കുന്നുണ്ട്. വരുന്നവരിപ്പോ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ബെറ്റർ അപ്ലൈ ചെയ്യുന്നത് ഇൻഡീഡ്, പിന്നെ നൗക്കറി ഗൾഫ് അല്ലേ, നൗക്കറി ഗൾഫ്, ബയൂട്ട് എല്ലാരും വരിക. UAE നല്ലൊരു ഓപ്ഷൻ ആണ്. അതെ, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ UAE തന്നെയായിരിക്കും സ്വർഗം. നമുക്ക് ജീവിക്കാൻ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടും. നമ്മളെ ഇപ്പൊ നമുക്ക് പൊതുവെ തോന്നല് ഇത് നമ്മളെ സെക്കൻഡ് ഹോം എന്നാണ്. സത്യം. അതായത് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഫീൽ അത്രയേ ഉള്ളൂ നമുക്ക് തിരിച്ചു വരുമ്പോൾ. UAE വന്ന ഏകദേശം ആക്കും നല്ല ഫുഡും നല്ലൊരു ഷെൽട്ടറും ഉള്ള ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റ് UAE തന്നെ ആയിരിക്കും ജീവിക്കാനും ജോലി ചെയ്യാനും. അപ്പം അങ്ങനെയാണ് ഓരോരാളുടെ എക്സ്പീരിയൻസ്. ചില ആൾക്കാർ വന്നിട്ട് പിറ്റേ ദിവസം തന്നെ വർക്കിന് കയറിയ ആൾക്കാരും ഉണ്ട്. അതെ, അതാ പറഞ്ഞേ, ചിലവർക്ക് പെട്ടെന്ന് ജോലിയാവും. അത് ഇതില് അവരെ ടാലന്റും വരും, എഫേർട്ടും വരും, പിന്നെ ലക്കും. ഇത് മൂന്നും കൂട്ടിയിട്ടാണ്. ചിലവർക്ക് വന്നിട്ട് പെട്ടെന്ന് ജോലി റെഡിയാവും, ചിലവർക്ക് കുറച്ച് സമയം എടുക്കും. പക്ഷെ ജോലി റെഡി ആവാണ്ട് അങ്ങനെ ഫുള്ള് ഇതായി നിൽക്കുന്നവരുണ്ടോ വെച്ചെങ്കിൽ ഒരു പെർസെന്റേജ് അങ്ങനെ ഉണ്ടാവും. എല്ലാം ലക്ക്, എഫേർട്ട്, ടാലന്റ് ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും. എനിക്ക് എന്തായാലും ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവർക്കും പെട്ടെന്ന് ജോലിയിട്ട് ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവർക്കും കുഴപ്പമില്ല, ഗുഡ് എക്സ്പീരിയൻസ് ആണ്. കാരണം ചെയ്തതുപോലെ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും പക്ഷെ മന്ത്ലി ഒരു എമൗണ്ട് ചെയ്യാൻ പറ്റും. ചെയ്യുന്നതിലല്ല പറയുന്നത്, അതായത് ഒരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യുന്ന അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്ത് അടുത്ത കാര്യങ്ങൾ ടൈമിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് പറ്റിയിട്ടില്ല. എനിക്കൊരു കറക്റ്റ് ഒരു റൊട്ടീൻ ഇല്ല. ഞാൻ എൻ്റെ സമയത്ത് ക്ലാസ് എടുക്കുന്നു, എൻ്റെ സമയത്ത് എണീക്കുന്നു, എൻ്റെ സമയത്ത് ഉറങ്ങുന്നു. പക്ഷെ ശരിക്കും നല്ലതാണ്. നിരഞ്ജന മാധു അങ്ങനെ ആയിരുന്നില്ല. കറക്റ്റ് ഒരു ടൈം 2 വർഷം ഫോളോ ചെയ്ത് ആണ്. എൻ്റെ ഏട്ടനാണെങ്കിലും സ്റ്റാർട്ടിങ് ഇങ്ങനെ ആയിരുന്നു, ഓളും ഇങ്ങനെ ആയിരുന്നു. പക്ഷെ ഞാൻ മാത്രമേ ഇതിനൊരു എക്സെപ്ഷൻ കേസുള്ളൂ. പക്ഷെ എന്താ പറഞ്ഞാൽ അത് മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ 2 ഏട്ടനും ചേച്ചിയുണ്ടായിരുന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ഫ്രീലാൻസ് ബെസ്റ്റ് ആണ്, നല്ലോണം ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പൊ ഗൈസ് ഇതൊക്കെയാണ്. അപ്പൊ ഇനി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് പഠിക്കേണ്ട, വന്നോളൂ. ജോലി എന്തായാലും റെഡിയാവും. ചിലപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് റെഡിയാവും. പക്ഷെ നമ്മൾ മാക്സിമം അപ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കണം. അതായത് ഈ പറയുന്ന സൈറ്റിലെല്ലാം, അതായത് ആപ്പിലെല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കണം. പിന്നെ അതല്ലാണ്ട് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കമ്പനീസിന്റെ സൈറ്റ് എടുക്കാൻ പറ്റും, മെയിൽ എടുക്കാൻ പറ്റും, മെയിലിലേക്ക് അയച്ചു കൊടുക്കുക. അല്ലാണ്ട് CV ഡ്രോപ്പ് ചെയ്യാൻ പോവാ. ഏത് വഴിയാണ് നമുക്ക് ജോലി റെഡിയാവുന്നേ പറയാൻ പറ്റില്ല. അപ്പോൾ വരുന്നവരാരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, എങ്ങനെയായിട്ടും ജോലി റെഡിയാവും. ചിലവർക്ക് ആദ്യം തന്നെ 3,000+ സാലറി കിട്ടിയ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ബേസിക് 3,000+ ഉണ്ട്. ചിലവർക്ക് 2,000. നമ്മളെ ക്വാളിഫിക്കേഷനും നമ്മളെ എക്സ്പീരിയൻസും എല്ലാം വെച്ചിട്ടായിരിക്കും. ഇതൊക്കെ ബേസിക് സാലറി ആണ്. അതെ, ബേസിക് ആണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇല്ലാതായി പോയതല്ലേ. ബൈ ബൈ.